ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷങ്ങളായി തളർന്നു കിടപ്പിലായ ആ മനുഷ്യൻ്റെ മങ്ങാത്ത അവസാന പ്രതീക്ഷയായിരുന്നു കൂടെയുള്ള ആ 4 സുഹൃത്തുക്കൾ. ശരീരം ചലനമറ്റ നാൾ മുതൽ ആകെ ആശ്വാസമായി കൂട്ടിനുണ്ടായിരുന്നത് അവരുടെ സ്നേഹ സാന്നിധ്യം മാത്രമായിരുന്നു. പ്രത്യാശയുടെ കനൽ കെടാതെ അവനെ ജീവനോടെ നിലനിർത്തിയതും ആ സുഹൃത്തുക്കളുടെ സ്നേഹവായ്പായിരുന്നു. ആ വലിയ വിശ്വാസത്തോടെയാണ് അവർ തങ്ങളുടെ സ്നേഹിതനെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചുമന്നുകൊണ്ട് യാത്രയായത്. തങ്ങളുടെ ചുമലിലെ ആ ഭാരത്തെക്കുറിച്ച് അവർക്കൊരു പരിഭവം ഉണ്ടായിരുന്നില്ല. മറിച്ച് അവനെ സൗഖ്യത്തിലേക്ക് എത്തിക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ക്രിസ്തുവിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ നേരിട്ടത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം കാരണം അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും സാധിച്ചില്ല. അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാവർക്കും വലിയ സ്വാർത്ഥതയായിരുന്നു. തനിക്ക് മാത്രം അനുഗ്രഹം വേണമെന്ന ചിന്തയാൽ മറ്റൊരാളുടെ വേദന കാണാൻ ആരും തയ്യാറായില്ല. എന്നാൽ പ്രതിബന്ധങ്ങളെ കണ്ട് പിന്തിരിഞ്ഞു പോകാൻ ആ സുഹൃത്തുക്കൾ തയ്യാറായിരുന്നില്ല. അവർ ആ വീടിൻ്റെ മേൽക്കൂര ഇളക്കി മാറ്റിക്കൊണ്ട് കട്ടിലോടെ അവനെ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ചു. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന അവരുടെ ആ വലിയ വിശ്വാസം കണ്ട് ക്രിസ്തു അവനെ സൗഖ്യമാക്കിയിട്ട് അരുളി ചെയ്തു, മകനെ, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയിക്കൊള്ളുക. അതുവരെ ആ മനുഷ്യൻ്റെ ഏക ആശ്വാസവും ആശ്രയവും ആ കിടക്കയായിരുന്നു. അവൻ്റെ ദയനീയാവസ്ഥയുടെയും നിസ്സഹായാവസ്ഥയുടെയും അടയാളമായി വർഷങ്ങളോളം അവനെ താങ്ങിയത് ആ കട്ടിലായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൻ ആ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട യഥാർത്ഥ മാറ്റം ഇതാണ്. ഈ ലോകത്തിലെ നശ്വരമായ ആശ്രയങ്ങളിൽ നിന്നും നാം ആത്മീയമായി ഉണരേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവനുള്ള വചനം കേട്ട നിമിഷം മുതൽ അവന് വലിയൊരു വിപ്ലവം സംഭവിച്ചു. അതുവരെ അവന് ചുമന്നിരുന്ന കട്ടിലിനെ അവൻ തൻ്റെ ചുമലിലേറ്റിക്കൊണ്ട് നടന്നു തുടങ്ങി. നമ്മുടെ ജീവിതത്തിലും നമ്മെ തളർത്തുന്ന പഴയ ശീലങ്ങളും പാപങ്ങളും പലപ്പോഴും നമ്മെ ഭരിക്കാറുണ്ട്. പലപ്പോഴും നാം അറിയാതെ തന്നെ ആ ദുശീലങ്ങൾക്ക് അടിമകളായി മാറുന്നു. എന്നാൽ പരിശുദ്ധമായ വലിയ നോമ്പ് എന്നത് ഈ തളർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശക്തമായ വിളിയാണ്. നമ്മുടെ കിടക്കകളാവുന്ന ബലഹീനതകൾ നമ്മെ ഭരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ക്രിസ്തു നൽകുന്ന കൃപയാൽ ആ ബലഹീനതകളെ നാം നിയന്ത്രിക്കാൻ തുടങ്ങണം. ലോകത്തിലെ മിഥ്യാബോധങ്ങളെ വെടിഞ്ഞ് കിടക്കയിൽ നിന്ന് ക്രിസ്തുവിലേക്ക് ആശ്രയം വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം സ്വർഗതുല്യമായി മാറും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനമൂലൻ ഏറുന്നീ, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, വിശ്വാസനായക പ്രിയ, വിശ്വാസനായക പ്രിയ. ലോകത്തിലേക ആശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ട ഈ ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും